വില്ലനൊക്കെ ചുമ്മാ ഒന്ന് കൂൾ മാസമായിരുന്നു. അമ്മമാര് സാധനം ഇറക്കി ഇപ്പോഴും ഗൂസം കിട്ടിട്ടില്ല. മമ്മൂട്ടി കമ്പനി അങ്ങനെ ഒരു ഇതാണ്, ആ ഒരു ലേബൽ തന്നെ മതി വന്ന് പടം കാണാൻ. എങ്ങനെ ചെയ്യണം? ഇത്രയും പ്രായമായില്ലേ, അടിപൊളി. നമ്മൾ ഇംഗ്ലീഷ് ഈ 73-ാം വയസ്സിൽ 37-ന്റെ പെർഫോമൻസ് ഇതെന്താ നമ്മള് പടം കൊള്ളായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും മാസം ഇങ്ങനെ ഒരു വൈശാഖ ഫിലിമിൽ കഴിഞ്ഞ ഫിലിം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മാസത്ത് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നല്ല ഗൂസംസ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ട് പോലും ഇത് പ്രത്യേകിച്ച് ബിജിഎമ്മും വില്ലനും ഒന്നും പറയാൻ പറ്റില്ല. വില്ലനൊക്കെ ചുമ്മാ ഒന്ന് കൂൾ മാസമായിരുന്നു. അമ്മമാര് സാധനം ഇറക്കി ഇപ്പോഴും ഗൂസംസ് കിട്ടിട്ടില്ല. ക്ലൈമാക്സിലുള്ള ട്വിസ്റ്റും സാധനങ്ങളും ഫൈറ്റിനൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. ഇപ്പോഴും ഗൂസംസ് കിട്ടിട്ടില്ല. പ്രത്യേകിച്ച് ബിജിഎം, വെറൈറ്റി ബിജിഎം, സിനിമാറ്റോഗ്രാഫിയും സ്റ്റണ്ടും കാർ ചേസിംഗ് ആയാൽ പോലും ഇന്നേറെ കാണാത്തിലുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ എനർജിയും ഒരു രക്ഷയില്ല. ഒരു ഭീകര ലെവലാണ്. അങ്ങനെ ഈ പ്രായത്തിൽ ഇത്ര ചെയ്യുന്ന ഹാറ്റ്സ് ഓഫ്. അത്രയും പറയേണ്ടിയിരിക്കുന്നു. അത്രയും ബെസ്റ്റ് ആയിരുന്നു. ഇനി ഒന്നുകൂടെ വന്ന് കാണാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ എന്തായാലും വന്ന് കാണും. എല്ലാവരും ഫണ്ട് ഇറക്കി ഒരു പ്രശ്നമല്ല. വന്ന് മമ്മൂട്ടി കമ്പനിയുടെ ഷോറാണ്, വരിക, കാണുക, പൊളിക്കുക, അത്രേ ഉള്ളൂ. നല്ല പടം ചേട്ടാ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല മമ്മൂട്ടി കമ്പനി അങ്ങനെ ഒരു ഇതാണ്, ആ ഒരു ലേബൽ തന്നെ മതി വന്ന് പടം കാണാൻ. നല്ല രസമായിട്ടുണ്ടായിരുന്നു. വൈശാഖൻ്റെ ബെസ്റ്റ് പടം ചെയ്തു വെച്ചാൽ ബെസ്റ്റ് പടം. മധുരാജയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല പടമായിരുന്നു. അമ്മാതിരി മാസും വില്ലനായാലും അതേ ടൈപ്പ് മാസും എല്ലാം ഉണ്ട്. നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രക്ഷയില്ലാത്തതല്ല, ഒരു നല്ല ടൈപ്പ്, ഒരു പാൻ ഇന്ത്യൻ ടൈപ്പ് മൂവി എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. പാൻ ഇന്ത്യൻ മൂവിയാണ്, എന്നാലും നല്ല ആക്ഷൻ സീക്വൻസും എല്ലാം നല്ല ടോപ്പ് ഇതായിരുന്നു. കൊള്ളാം ബ്രോ, സൂപ്പർ ആണ്, കിടിലം പടം. ആവശ്യത്തിന് നല്ല ഫൈറ്റും ഉണ്ട്. നല്ല ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലം ഫൈറ്റാണ്. ആദ്യം മുതൽ അവസാനം വരെ എൻഗേജ് ആയിട്ടിരിക്കും. വേറെ കഥയിലൊന്നും കുറവൊന്നുമില്ല. നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. കിടിലം പടം. പിന്നെ സെക്കൻഡ് ഹാഫ് പൊളിച്ചടിക്കും. സെക്കൻഡ് ഹാഫ് ഫൈറ്റ്, ക്ലൈമാക്സ് അടിപൊളി ആക്ഷൻ. ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നോക്കുന്നത് കാണുമ്പോഴേ എങ്ങനെ ചെയ്യണം? ഇത്രയും പ്രായമായില്ലേ, അടിപൊളി. നമ്മൾ ഇംഗ്ലീഷ് ഫൈറ്റ് കണ്ടിട്ടുള്ളൂ. സൂപ്പർ. നല്ല സിനിമയാണ്, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ചെയ്തു. മമ്മൂട്ടിയുടെ കുറെ കാലത്തിന് ശേഷം കണ്ടുള്ള നല്ല ഫൈറ്റ് സിനിമയാണ്. അടിപൊളി. പടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മാസ് പടം. ഒരുപാട് ഇടി സീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളായിരുന്നു. വിചാരിച്ചതിനേക്കാളും ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പ്രായത്തിൽ മമ്മൂക്കയുടെ ആ ഒരു പെർഫോമൻസ് അതൊക്കെ കിടിലുമായിരുന്നു. നമുക്ക് ഈ പ്രായത്തിൽ ഇത്രയും കിടിലോട്ടൊക്കെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. നല്ല കിടില സിനിമ. ക്ലൈമാക്സ് കുറച്ചും കൂടെ, പക്ഷേ BGM നമുക്ക് ഒരുപാട് ഫൈറ്റ് ഉണ്ട്. ചില ഇതിലൊക്കെ BGM നല്ല മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലുതായിട്ട് BGM വലുതായിട്ട് കയറിയിട്ടില്ല. പക്ഷെ ക്ലൈമാക്സ് ആയപ്പോഴും നികത്തിയിട്ടുണ്ട്. കിണ്ണം കച്ച സിനിമ, പൊളി സിനിമ, ഒന്നും പറയാനില്ല. പൊളിപ്പടം, ഒന്നും പറയാനില്ല. ഇതിലെ സിനിമ എങ്ങനെ ബ്രോ? ആക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ അതൊന്നും പറയാനില്ല. മമ്മൂക്ക പൊളിച്ച്. സൂപ്പർ. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ്? ആക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷൻ ഇതല്ലേ, ഈ 73-ാം വയസ്സിൽ 37-ന്റെ പെർഫോമൻസ് ഇതെന്താ നമ്മള് എന്താ കാണേണ്ടത്? ഇതിനപ്പുറം എങ്ങനെ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് പടം. 100% പക്ക സൂപ്പർ സിനിമ, ഒരു രക്ഷയില്ല. അടിപൊളി. മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്, പതിവ് പോലെ തന്നെ. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? പോരായിരുന്നു. എന്തോ എനിക്ക് റിലേറ്റ് ആയില്ല, അതുകൊണ്ടാണ്. ആക്ഷൻ സീനൊക്കെ അതെല്ലാം നല്ല ഇതായിരുന്നു.